ഈ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ എന്താണ് ഡോക്ടറിനോട് ആദ്യം എന്താ പറഞ്ഞത്? ഡോക്ടർ എങ്ങനെയാണിത് എന്താ ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തത് എങ്ങനെയാ? അവരെന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കാണോ ചെയ്യാ? ഒരു ഫോം ഫിൽ ഔട്ട് ചെയ്യാനാണോ പറയാ? തെറപ്പിസ്റ്റിന്റെ അടുത്താണോ പോവാ? നമ്മൾ ആദ്യം അവര് ചോദിക്കും നമ്മളോട് എന്താ പ്രശ്നം എന്ന്. ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ എന്തിൽ കൂടിയാണ് ഗോ ത്രൂ ചെയ്യുന്നതെന്ന് മനസ്സിലാകാത്തപ്പോഴാണ് ഈ ഒരു സൈക്കോളജിസ്റ്റിന് ഇല്ലെങ്കിൽ ഈ തെറാപ്പിസ്റ്റ് നമ്മളോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരിക. ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നില്ല. എനിക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ആങ്സൈറ്റി വരുന്നത്, ഇതെന്താണ് ട്രിഗർ ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്ത്, ഇങ്ങനെയൊക്കെയാണ് എന്റെ ലൈഫ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ, മാക്സിമം ഇത് സ്വന്തം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് നല്ലത്. ഈ ഗുളികനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു, ബട്ട് സ്റ്റിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് തരുക ചെയ്തത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചില ടൈമിൽ മാത്രം ഞാൻ അത് യൂസ് ചെയ്യും. അതല്ല, അന്ന് എന്താ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഞാൻ ഇത് കുറെ നേരം ചോദിക്കണം എന്ന് വിചാരിക്കണം. സെൽഫായിട്ട് കൺട്രോൾ ചെയ്യണം, സെൽഫായി കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പിൽസ് എടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് സെൽഫായിട്ട് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാന്ന് അവര് പറഞ്ഞ അഡ്വൈസ് എന്തായിരുന്നു? അവർ അഡ്വൈസ് ഒന്നും പറഞ്ഞില്ല. അത് ശരി, ഒറ്റക്ക് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു. ഷീ ഈസ് ലൈക്ക്, യു നോ വാട്ട് ടു ഡു, ജസ്റ്റ് ട്രൈ വാട്ട് യു വാണ്ടഡ് ടു ഡു, അല്ലെങ്കിൽ വാട്ട് യു റിയലൈസ് ചെയ്യ കുറച്ച് കാര്യങ്ങൾ തോന്നും എന്റെ അടുത്ത്. അങ്ങനെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്.